താങ്ക് യു മമ്മൂക്ക. നമുക്കൊരിക്കലും ഞങ്ങളുടെ കുടുംബത്തിന് മറക്കാൻ കഴിയില്ല, മറക്കാൻ ഒരിക്കലും കഴിയില്ല. അദ്ദേഹത്തിന് വേണ്ടി ആരോഗ്യത്തിനും ദീർഘായുസ്സിനും വേണ്ടി ഞങ്ങളുടെ 5 നേരം നമസ്കാരത്തിലും എപ്പോഴും പ്രാർത്ഥന, മരണം വരെ ഉണ്ടാവും. നമസ്കാരം. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് തിരൂർക്കാടാണ്. മലയാളത്തിന്റെ ഒരുപാട് ജനപ്രിയ താരങ്ങളുണ്ട്. ജനങ്ങൾ അറിഞ്ഞും അറിയാതെയും ഒക്കെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന ഒരുപാട് ചലച്ചിത്ര താരങ്ങളുണ്ട്. ഞങ്ങൾ പറഞ്ഞു വരുന്നത് പതിറ്റാണ്ടുകളായി മലയാള സിനിമയെ, മലയാളികളെ വിസ്മയിപ്പിക്കുന്ന മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ പ്രിയപ്പെട്ട മമ്മൂക്കയെ കുറിച്ചാണ്. മമ്മൂക്കയെ കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ മമ്മൂക്കയുടെ കടുത്ത ആരാധകനായ ജസീർ ബാബുവിനെ കുറിച്ച് പറയണം. കാരണം ജസീർ ബാബു മമ്മൂക്കയ്ക്ക് അയച്ച ഒരു സന്ദേശം 3.5 വയസ്സുകാരിക്ക് പുതുജീവിതമാണ് നൽകിയത്. ജസീർ ബാബു എന്ന മമ്മൂക്ക ആരാധകൻ പതിവായി ഓരോ സിനിമ റിലീസ് സമയത്തും മമ്മൂക്കയ്ക്ക് മെസ്സേജ് അയക്കാറുണ്ടെങ്കിലും പതിവ് നിശബ്ദ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു മെസ്സേജും അയച്ചിട്ടുള്ളത്. പക്ഷേ ആ മെസ്സേജിന് മറുപടിയായി നിദ ഫാത്തിമ എന്ന 3.5 വയസ്സുകാരിക്ക് മമ്മൂക്കയുടെ ഹൃദയസ്പർശം കൊണ്ട് നേടിയെടുക്കാൻ സാധിച്ചത് പുതിയ ഒരു ജീവിതം തന്നെയാണ്. നമ്മളോടൊപ്പം നിദ ഫാത്തിമയും പിതാവും ചേരുകയാണ്. ഇത്രയും ദിവസങ്ങൾ വലിയ സന്തോഷത്തിന്റെ ദിവസങ്ങളൊന്നും ആയിരുന്നില്ല. ആളിപ്പോൾ വലിയ രീതിയിൽ ആക്റ്റീവായി വലിയ സന്തോഷത്തോടു കൂടെ തന്നെയാണ് നിൽക്കുന്നത്. നിദമോൾ ഉപ്പയും നമ്മളോടൊപ്പം ഉണ്ട്. എന്തായാലും വലിയ ഒരു സന്തോഷമാണല്ലോ മമ്മൂക്കയെ പോലുള്ളൊരു മഹാനടനിൽ നിന്ന് ലഭിച്ച ഈ ഒരു സഹായഹസ്തം. എങ്ങനെയാണ് നിങ്ങൾ പ്രതികരിക്കുന്നത്? തീർച്ചയായിട്ടും വളരെ സന്തോഷം. ഇത്രയും വലിയൊരു സഹായഹസ്തം, കാരുണ്യം ചെയ്ത മഹാമനുഷ്യന് ഞങ്ങളുടെ പ്രാർത്ഥന, ഞങ്ങൾ കുടുംബത്തിൻ്റെ പ്രാർത്ഥന. ഇതിനു മുമ്പ് ഒരുപാട് ആളുകളെ സഹായിച്ചിട്ടുള്ള, ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനം ചെയ്ത ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹം. ഒരു നിശബ്ദമായിരിക്കാം മറുപടി എന്ന് പ്രതീക്ഷിച്ചയച്ച ഒരു വാട്സപ്പ് സന്ദേശമാണ് ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അത് നമ്മളെ സംബന്ധിച്ച്, മോളെ സംബന്ധിച്ച് ജീവിതത്തിന് പുതിയൊരു വഴിത്തിരിവാണ്, പുതിയൊരു മാറ്റമാണ്. കാലങ്ങൾ എത്ര കഴിഞ്ഞാലും ആ മനുഷ്യനോട് അത്രത്തോളം നന്ദിയോട് കൂടെ തന്നെയായിരിക്കും നിങ്ങൾ ഓർക്കുക. എങ്ങനെയാണ്, എന്താണ് മോളിപ്പോൾ പറയുന്നത്? ഇത് നമ്മൾ ഇതിൻ്റെ 3ാമത്തെ മോളാണ്. പ്രസവത്തിൽ ഫസ്റ്റിലെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. അപ്പോൾ വീണ്ടും ഒന്ന് വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു സഹായത്തിന് ഒരു അപേക്ഷ തയ്യാറാക്കി ഞാൻ വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കാം എന്നുള്ള ഒരു ഇതിൽ വെച്ചിരിക്കുന്ന നോമ്പിൻ്റെ തുടക്കമാണ്. അങ്ങനെ എൻ്റെ സുഹൃത്ത് മുഹമ്മദ് അലി വഴി അദ്ദേഹം ജസീർ ബാബു, നമ്മുടെ ഫാൻസിൻ്റെ, മമ്മൂക്ക ഫാൻസിൻ്റെ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വൈകുന്നേരം തന്നെ അതിൻ്റെ കൃത്യമായ മറുപടി എന്നോട് പറഞ്ഞു. ഉടനെ ഡീറ്റെയിൽസ് മുഴുവൻ അയക്കണം, കുട്ടീൻ്റെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട ഫുൾ ഡീറ്റെയിൽസും അതിൻ്റെ രേഖകളൊക്കെ കൊടുത്തു. അപ്പം അത് യാഥാർത്ഥ്യമാണെന്ന് ബോധ്യപ്പെട്ടു. പക്ഷേ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ അത് ഒരു വിളി രാജഗിരി ഹോസ്പിറ്റൽ ആലുവയിൽ നിന്ന് വിളി വരും എന്നൊരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. ആദ്യം വിശ്വസിച്ചില്ല. എന്നിട്ട് അവർ അവിടുത്തെ മാഡം, ജിപ്തി മാഡം ബന്ധപ്പെട്ടു, ജസീർ ബാബു ബന്ധപ്പെട്ടു. ഉടനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അങ്ങോട്ട് കൊച്ചിനായിട്ട് മോളെയും കൊണ്ട്, നിതമോളെയും കൊണ്ട് ചെക്കപ്പിന് ചെല്ലാൻ പറഞ്ഞു. ഞങ്ങൾ പോയി ചെക്ക് ചെയ്തു, എല്ലാം റെഡി ആയിട്ട് വന്നു. ഓപ്പറേഷൻ ഡേറ്റും മറ്റു കാര്യങ്ങളൊന്നും അറിയണ്ട, എല്ലാം മമ്മൂക്കയാണ് ചെയ്യുന്നത്. ഓപ്പറേഷൻ ചെയ്യുന്നത് ഹോസ്പിറ്റൽ, അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് അതിൻ്റെ പിന്നിൽ മമ്മൂക്ക. അത് നമുക്കൊരിക്കലും ഞങ്ങളുടെ കുടുംബത്തിന് മറക്കാൻ കഴിയില്ല, മറക്കാൻ ഒരിക്കലും കഴിയില്ല. അദ്ദേഹത്തിന് വേണ്ടി ആരോഗ്യത്തിനും ദീർഘായുസ്സിനും വേണ്ടി ഞങ്ങളുടെ 5 നേരം നമസ്കാരത്തിലും എപ്പോഴും പ്രാർത്ഥന, മരണം വരെ ഉണ്ടാവും. നിദമോളുടെ നിറഞ്ഞ പുഞ്ചിരി കാണുമ്പോൾ തന്നെ നമുക്ക് വലിയ സന്തോഷമാണ്. മോൾ ഹാപ്പി അല്ലേ? എപ്പോഴെങ്കിലും മമ്മൂക്കനെ കാണാൻ തോന്നിയിട്ടുണ്ടോ? മമ്മൂക്കനെ കാണുമ്പോൾ മമ്മൂക്കനോട് എന്താ പറയാനുള്ളത്? താങ്ക് യു മമ്മൂക്ക. നിദമോള് നിറഞ്ഞ പ്രതീക്ഷയോട് കൂടെ തന്നെ പറയുന്നുണ്ട് മമ്മൂക്കയെ കാണണമെന്നൊരാഗ്രഹം. അങ്ങനെ എന്തെങ്കിലും ഒരു ഉറപ്പ് കിട്ടിയിട്ടുണ്ടോ? അദ്ദേഹത്തെ ഇവിടെ തന്നെ കാണാൻ പറ്റുമെന്ന രീതിയിൽ മുഖത്ത് വലിയ സന്തോഷം കാണുന്നുണ്ട്, മകളുടെ മുഖത്ത് അല്ലേ? മമ്മൂക്കനെ കാണണ്ടേ? തീർച്ചയായിട്ടും ഞങ്ങൾക്കും കുടുംബത്തിനും അദ്ദേഹത്തോട് നേരിട്ട്, അദ്ദേഹം ഒരുപാട് വലിയ തിരക്കും കാര്യങ്ങളും
ഉള്ള ഒരു മഹാനടനും ഒരു കാരുണ്യം ചെയ്യുന്ന നല്ലൊരു മനുഷ്യനാണ്. അത് പുറത്ത് പിന്നെ ആളെ കാണിക്കാനൊന്നും അല്ല. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറ്റുള്ള ആളുകൾ അറിയണം എന്നുള്ള പിന്നെ ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. കാരണം എന്താ വെച്ചാൽ അത് നേരിട്ട് ഞങ്ങൾ കണ്ട് ഒന്ന് ആ കൈ പിടിച്ച് ഒരു ഞങ്ങളെ ആ സ്നേഹ സന്ദേശം അറിയിക്കണം എന്ന് ഞങ്ങൾക്കുണ്ട്. നമ്മളോടൊപ്പം നിതമോൾക്ക് പുതിയൊരു ജീവിതം ഒരുക്കാൻ കാരണക്കാരനായ മമ്മൂക്കയുടെ കടുത്ത ആരാധകൻ കൂടിയായ ജസീർ ബാബു ഉണ്ട്. എന്തായാലും വലിയൊരു സന്തോഷമാണ്. കാരണം നിങ്ങൾ നിശബ്ദമായിരിക്കും മറുപടി എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു സ്ഥലത്താണ് ഒരു പുതിയ ജീവൻ ഉണ്ടാവുന്നത്, പുതിയൊരു ജീവിതം ഉണ്ടാവുന്നത്. ഒരു ആരാധകൻ എന്ന നിലയിലും അതിനേക്കാൾ ഉപരി ഒരു മനുഷ്യൻ എന്ന നിലയിലും ഒരുപക്ഷെ നിങ്ങളുടെ ഹൃദയം നിറയുന്ന ഒരു അവസ്ഥയായിരിക്കാം. എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? എനിക്ക് സത്യം പറഞ്ഞതിൻ്റെ വാക്കുകളില്ല. ഇങ്ങനൊരു പ്രപ്പോസൽ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ മുന്നിൽ പിന്നെ മമ്മൂക്ക എന്ന് പറയുന്ന ഒരു സംഭവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം ചില ഒരു 3.5 വയസ്സായ ഒരു കുട്ടി എന്നുള്ളതും, അപ്പോൾ മമ്മൂക്ക ചെയ്യുന്ന കെയർ ആൻഡ് ഷെയർ വഴി ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചൊക്കെ എനിക്കറിയാം. അപ്പം ഞാൻ രണ്ടും കൽപ്പിച്ചിട്ട് മമ്മൂക്കാക്ക് വാട്സപ്പിൽ ഇതിൻ്റെ ഡീറ്റെയിലും ഒരു വോയിസ് നോട്ട് ഇട്ടു. പതിവ് പോലെ തന്നെ സാധാരണത്തെ പോലെ തന്നെ അത് അവസാനിച്ചു. പിന്നെ ഒരു 1 മണിക്കൂറിൻ്റെ ഉള്ളിലായിട്ട് എനിക്ക് കെയർ ആൻഡ് ഷെയർ എന്ന് വിളിച്ചിട്ട് എൻ്റെ ഡീറ്റെയിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ വിളിച്ചു. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് അപ്പം തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം നമ്മൾ മമ്മൂക്ക എന്ന് പറയുന്ന മഹാനടനെ സിനിമയിലൂടെ കണ്ട് അദ്ദേഹത്തോട് ആദ്യമായിട്ട് ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യാണല്ലോ, ഒരു ആവശ്യപ്പെടുകയാണല്ലോ. മറ്റേത് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സിനിമകൾ കാണുമ്പോൾ അതിൻ്റെ അഭിപ്രായങ്ങൾ പറയും, ഈദ് അതേമാതിരി ഓണം ക്രിസ്മസ് അങ്ങനെയൊക്കെ വരുമ്പോൾ ആശംസകൾ അറിയിക്കും എന്നല്ലാതെ ഒരു കുട്ടിയുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു വോയിസ് നോട്ട് ഇടുമ്പോൾ അത് മമ്മൂക്ക അത് കാണുകയും അത് പ്രതികരിക്കും എന്നൊന്നും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു കോള് കെയർ ആൻഡ് ഷെയർ എന്ന് വന്നപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആകെ തരിച്ചുപോയി. അതിനെങ്ങനെയാണ് നന്ദി പറയേണ്ടത് മമ്മൂക്കാനോട് എന്നുള്ളത് സത്യം പറഞ്ഞ് എനിക്കറിയില്ല. ഒരുപാട് കാലങ്ങളായിട്ട് മമ്മൂക്ക എന്ന് പറയുന്ന നടനെ ജീവിതത്തിൽ കൊണ്ട് നടക്കുമ്പോൾ ആ ഒരു നടനിലൂടെ നമ്മളൊരു പ്രതീക്ഷകൾ നിറവേറപ്പെടുകയാണ്. ചെറിയ ഒരു 3.5 വയസ്സായ കുട്ടിയുടെ ഒരു അസുഖത്തെ ഇല്ലാതാക്കുകയാണ്. തീർച്ചയായിട്ടും ഞാൻ അതിൽ ഒരുപാട് സന്തോഷിക്കുന്നു, അതിലേറെ ഞാൻ അഭിമാനിക്കുന്നു. മമ്മൂക്കയുടെ ഒരു ആരാധകൻ എന്ന നിലയിൽ ഓരോ സിനിമ ഇറങ്ങുന്ന സമയത്തും അദ്ദേഹത്തിന് കൃത്യമായ സന്ദേശങ്ങൾ അയക്കാറുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ഒരു മറുപടിയും ലഭിച്ചിരുന്നില്ല. പക്ഷേ ഈ ഒരു മറുപടിക്ക് ഒരു ജീവിതത്തിന്റെ വിലയായിരുന്നല്ലോ. എങ്ങനെയാണ് അദ്ദേഹം നേതൃത്വം നൽകുന്ന കെയർ ആൻഡ് ഷെയറിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? കെയർ ആൻഡ് ഷെയറിൻ്റെ പ്രവർത്തനങ്ങൾ ഒരുപാടായിട്ട് മമ്മൂക്ക പല ആളുകൾ, ചെറിയ കുട്ടികളും വയസ്സായ ആളുകൾ വരെയുള്ള ആളുകൾക്കിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷെ അതൊന്നും സത്യം പറഞ്ഞാൽ നാട്ടിലൊന്നും അറിയിച്ച് ചെയ്യുന്ന കാര്യമല്ല. മമ്മൂക്ക നേതൃത്വം കൊടുക്കുന്ന കെയർ ആൻഡ് ഷെയർ ഒരുപാട് ആളുകളുടെ കണ്ണീരൊപ്പിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ആ ഒരു കെയർ ആൻഡ് ഷെയർ എന്നുള്ളതിൽ തന്നെയായിരുന്നു എൻ്റെ ഒരു പ്രതീക്ഷ. പിന്നെ ചെറിയൊരു കുട്ടിയുടെ ഒരു ആവശ്യം. അപ്പോൾ ആ ഒരുപാട് ആളുകൾക്ക് ചെയ്ത ഒരു മമ്മൂക്ക നേതൃത്വം നൽകുന്ന ഒരു കെയർ ആൻഡ് ഷെയർ വഴി ഇത് നടക്കും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണല്ലോ എൻ്റെ മുന്നിൽ ആകണ്ടായിരുന്നത്. അത് സ്വാഭാവികമായിട്ടും നിറവേറി. ഞാനതിൽ എനിക്ക് മമ്മൂക്കാനോടും കെയർ ആൻഡ് ഷെയറിനോടും അതേപോലെ തന്നെ രാജഗിരി ഹോസ്പിറ്റൽ അത് ഏറ്റെടുത്തിട്ട് വളരെ നല്ല രീതിയിലുള്ളൊരു സർവീസ് കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ അവിടെ പോയി എനിക്ക് അവിടെ നേരിട്ട് പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓരോ ദിവസവും കുട്ടിയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ അവിടെ അവർക്കൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. താമസത്തിനാണെങ്കിലും ഭക്ഷണത്തിനാണെങ്കിലും കുട്ടിയുടെ ട്രീറ്റ്മെൻറ്റിനാണെങ്കിലും രാജഗിരി ഹോസ്പിറ്റലും നമ്മളോട് നല്ല രീതിയിൽ സഹകരിച്ചിട്ടുണ്ട്. പലപ്പോഴും സമൂഹം നമ്മുടെ താരാരാധന മൂത്തുകൊണ്ട് പല താരങ്ങളുടെയും പിന്നാലെ നടക്കുമ്പോൾ പല രീതിയിലുള്ള എതിർപ്പ് ഉണ്ടാവാറുണ്ട്. അയാളുടെ പുറകെ നടന്നിട്ട് അതിലെ അദ്ദേഹത്തിന്റെ പിന്നാലെ നടന്ന് നിങ്ങൾക്ക് എന്ത് നേട്ടമെന്ന് ചോദിക്കാറുണ്ട്. ഇപ്പോൾ അങ്ങനെ ചോദിച്ചിരുന്ന ആളുകളോട് നിങ്ങൾക്ക് എന്താണ് മറുപടി? ഒരു മധുര പ്രതികാരം പോലെ, അതല്ലെങ്കിൽ ആ ഒരു വാക്കിനെ മറികടന്നുകൊണ്ട് എന്താണ് പറയാനുള്ളത്? നിങ്ങളിപ്പോൾ ഈ ചോദിച്ച ചോദ്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ഒരുപാട് വർഷക്കാലമായിട്ട് മമ്മൂക്ക എന്ന് പറയുന്ന നടൻ്റെ സിനിമകൾ ഇറങ്ങുമ്പോൾ എന്നെപ്പോലെയുള്ള മമ്മൂക്ക ഫാൻസിലുള്ള ആരാധകർ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് മമ്മൂക്കാൻ്റെ കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രൊമോഷനുകളാണെങ്കിലും പോസ്റ്ററുകളാണെങ്കിലും ഷെയർ ചെയ്യുമ്പോൾ നമ്മളോട് പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും പല ആളുകളും ചോദിച്ചിട്ടും പറയാതെയൊക്കെ ഉണ്ടായിട്ടുണ്ട്, എന്താണ് ഇവന് ഭ്രാന്താണോ, എത്ര വലിയ രീതിയിൽ എന്തിനാണ് ഇതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് എന്നുള്ളത്. അങ്ങനെയുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രതീക്ഷയാണ് പിന്നെ മമ്മൂക്ക. ആ ഒരു മമ്മൂക്ക ഒരു സിനിമയിലൂടെ നൽകുന്ന കഥാപാത്രങ്ങളല്ല, അദ്ദേഹം ചെയ്യുന്ന ഇതേപോലെയുള്ള കാര്യങ്ങളിലൂടെയാണ് ഞങ്ങൾ മമ്മൂക്കാൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്നത്. മമ്മൂക്കയുടെ ഫാൻസ് അസോസിയേഷൻ പെരിന്തൽമണ്ണ യൂണിറ്റിൽ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എന്നുള്ള രീതിയിൽ, മീഡിയ പാർട്ണർ എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മമ്മൂക്കയോട് കൂടെ ചേർന്ന് നിൽക്കാൻ ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഉത്തേജനം നൽകുന്നത് മമ്മൂക്കയുടെ ഈ ഒരു ക്വാളിറ്റി തന്നെയാണ്. അപ്പോൾ ഈ ഒരു ക്വാളിറ്റി വെച്ചുകൊണ്ട് ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അതിനെ പല രീതിയിൽ നെഗറ്റീവായിട്ടുള്ള കാണുന്ന ആളുകളോട് പറയാനുള്ളത് ഇതാണ് ഞങ്ങളുടെ മമ്മൂക്ക, ഇതുകൊണ്ടാണ് ഞങ്ങൾ മമ്മൂക്കയുടെ കൂടെ ചേർന്ന് നിൽക്കുന്നത്.
ഒരു ഹൃദയവേദന അകന്ന പ്രതീതിയിലാണ്. നിതയുടെ ഹൃദയം ഇനി ഇടറാതെ മിടിക്കും. കാരണം ആ കുടുംബം വലിയ സന്തോഷത്തിലാണ്. നിതമോളുടെ പുഞ്ചിരി വലിയ രീതിയിൽ തന്നെയാണ്. കുടുംബം എക്കാലവും പ്രിയപ്പെട്ട താരം മമ്മൂക്കയോടുള്ള നന്ദിയും കടപ്പാടുമാണ്. നിതമോട് വലിയ പ്രതീക്ഷയിലാണ്. എന്നെങ്കിലും മമ്മൂക്കയെ കണ്ടുമുട്ടും എന്ന ഒരു പ്രതീക്ഷയോടുകൂടെ തന്നെയാണ്. ഇനിയുള്ള ഓരോ ദിനങ്ങളും മനോഹരമായ ജീവിതത്തിന്റെ സന്തോഷ നിമിഷങ്ങളാവട്ടെ നിതമോൾക്ക് എന്ന് ആശംസിക്കുകയാണ്. ഈ നിറഞ്ഞ പുഞ്ചിരി എന്നും ഈ മുഖത്ത് നിലനിൽക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ നിതയുടെ സന്തോഷ നിമിഷങ്ങൾക്കൊപ്പം ക്യാമറമാൻ ഷനു അരീക്കോടിനൊപ്പം അജ്നാസ് കൂടരഞ്ഞി, ചാനൽ 10 പെരിന്തൽമണ്ണ. പാരമ്പര്യ തനിമയുള്ള ഡിസൈനർ ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ഹെറിറ്റേജ് ജ്വല്ലറി ഷോ. പഴമയുടെ സൗന്ദര്യത്തോടൊപ്പം പുതുമയുടെ ഡിസൈൻ സങ്കല്പങ്ങൾ ഒത്തുചേരുന്ന അത്യപൂർവ ആഭരണങ്ങൾ. ഒപ്പം മനസ്സിനിണങ്ങിയ സ്വർണം മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. വരൂ, മെയ് 16 മുതൽ 22 വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പെരിന്തൽമണ്ണ ഷോറൂമിൽ നടക്കുന്ന ഈ ഹെറിറ്റേജ് ജ്വല്ലറി ഷോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം.